കേരള രാഷ്ട്രീയത്തെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന മനോരമ ന്യൂസ് സീ വോട്ടർ മെഗാ ഇലക്ഷൻ സർവേയുടെ പൂർണ്ണരൂപം, അതായത് 140 മണ്ഡലങ്ങളിലെയും കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. വടക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും ആദ്യത്തെ 101 സീറ്റുകളുടെ ഫലം പുറത്തു വന്നപ്പോൾ തന്നെ UDF കേന്ദ്രങ്ങളിലും അവരുടെ സൈബർ ഗ്രൂപ്പുകളിലും വലിയ ആഘോഷമായിരുന്നു. കേവല ഭൂരിപക്ഷം എപ്പോഴേ കടന്നു എന്ന മട്ടിലായിരുന്നു പോരാളി വാസുവിനെ പോലെയുള്ള സൈബർ ഗ്രൂപ്പുകൾ പോസ്റ്ററുകൾ ഇറക്കിയത്. എന്നാൽ 140 സീറ്റുകളുടെയും ഫലം പൂർണ്ണമായി പുറത്തു വന്നപ്പോൾ ആവേശ കമ്മിറ്റിക്കാർ ഒന്ന് അടങ്ങുന്നതാണ് നല്ലത് എന്ന് പറയേണ്ടി വരും. കാരണം കണക്കുകൾ പൂർണ്ണമാകുമ്പോൾ അത് നൽകുന്ന സൂചനകൾ പലതാണ്. അതിലുപരി മനോരമയുടെ മുൻകാല സർവേകളുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ ഈ പ്രവചനങ്ങൾ കണ്ട് ആരും ഇപ്പോൾ തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് കോട്ടിടേണ്ടതില്ല എന്ന് വ്യക്തമാകും. നമുക്ക് ഈ സർവേ ഫലങ്ങളെയും അതിനു പിന്നിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെയും അക്കമിട്ട് വിശകലനം ചെയ്യാം. മനോരമ സീ വോട്ടർ സർവേയുടെ അന്തിമ ഫലം പ്രകാരം 140 സീറ്റുകളിൽ UDF 69 മുതൽ 81 സീറ്റുകൾ വരെ നേടുമെന്നാണ് പ്രവചിക്കുന്നത്. ഭരണമുന്നണിയായ LDFന് 57 മുതൽ 69 സീറ്റുകൾ വരെ ലഭിക്കുമെന്നും NDA 1 മുതൽ 5 സീറ്റുകൾ വരെ നേടുമെന്നുമാണ് സർവേ പറയുന്നത്. ഒറ്റനോട്ടത്തിൽ UDFന് കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ഈ അക്കങ്ങൾ പറയുന്നു. എന്നാൽ ഈ ഫലത്തിൻ്റെ സൂക്ഷ്മമായ വിശകലനം മറ്റൊന്നാണ് വ്യക്തമാക്കുന്നത്. ആദ്യത്തെ 101 സീറ്റുകളിൽ, അതായത് വടക്കൻ കേരളം, മധ്യ കേരളം എന്നിവിടങ്ങളിൽ UDFന് 51 മുതൽ 65 സീറ്റുകൾ വരെ പ്രവചിച്ചപ്പോൾ തെക്കൻ കേരളത്തിലെ 31 സീറ്റുകളുടെ ഫലം പുറത്തു വന്നപ്പോൾ ചിത്രം മാറി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾ ഉൾപ്പെടുന്ന ഈ 39 സീറ്റുകളിൽ LDFനാണ് സർവേ വ്യക്തമായ മുൻതൂക്കം നൽകുന്നത്. തെക്കൻ കേരളത്തിൽ LDF 21 മുതൽ 25 സീറ്റുകൾ വരെ നേടുമെന്നും UDF വെറും 12 മുതൽ 16 സീറ്റുകളിലേക്ക് ഒതുങ്ങുമെന്നുമാണ് സീ വോട്ടർ പ്രവചിക്കുന്നത്. അതായത് ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്താകെ ആഞ്ഞടിക്കുന്നു എന്ന് മാധ്യമങ്ങൾ നിരന്തരം ചർച്ച ചെയ്യുമ്പോഴും ഭരണസിരാ കേന്ദ്രം ഉൾപ്പെടുന്ന തെക്കൻ കേരളത്തിൽ LDFൻ്റെ അടിത്തറയ്ക്ക് യാതൊരു ഇളക്കവും തട്ടിയിട്ടില്ല എന്ന് സർവേ തന്നെ സമ്മതിക്കുന്നു. തിരുവനന്തപുരം മുതൽ കൊല്ലം ജില്ലകളിലെ കൊട്ടാരക്കര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നടന്നുവരുന്ന അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങളുടെ നവീകരണം, റോഡ് നിർമ്മാണം, കുടിവെള്ള പദ്ധതികൾ എന്നിവ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ വേണം വിലയിരുത്താൻ. താഴെത്തട്ടിലെ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് തെക്കൻ കേരളത്തിലെ ഈ ഇടതുപക്ഷ മേൽക്കൈ എന്ന് നമുക്ക് ഊഹിക്കാം. NDAക്ക് തിരുവനന്തപുരത്തും നേമത്തും കഴക്കൂട്ടത്തും മികച്ച മുന്നേറ്റമുണ്ടാകുമെന്നും സർവേ എടുത്തു പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്ക് മനോരമ സർവേകളുടെ വിശ്വാസ്യതയെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. തിരഞ്ഞെടുപ്പ് വിശകലനങ്ങളിൽ രാഷ്ട്രീയ നിരീക്ഷകർ എപ്പോഴും എടുത്തു കാണിക്കുന്ന ഒന്നാണ് ഹൗസ് എഫക്റ്റ്. സർവേ നടത്തുന്ന അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുന്ന മാധ്യമ സ്ഥാപനത്തിന് സമൂഹത്തിലുള്ള പൊതുവായ രാഷ്ട്രീയ ചായ്വ് സർവേ ഫലങ്ങളിൽ ബോധപൂർവമോ അല്ലാതെയോ പ്രതിഫലിപ്പിക്കുന്ന പ്രതിഭാസമാണിത്. കേരള രാഷ്ട്രീയത്തിൽ മലയാള മനോരമയ്ക്ക് ഏത് മുന്നണിയോടാണ് മൃദു സമീപനം ഉള്ളതെന്ന് ആർക്കും വിശദീകരിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു UDF അനുകൂല പ്ലാറ്റ്ഫോമായി പലപ്പോഴും വിലയിരുത്തപ്പെടുന്ന മനോരമയുടെ സർവേകളിൽ സ്വാഭാവികമായും LDFൻ്റെ സീറ്റുകൾ പരമാവധി കുറച്ചു കാണിക്കാനുള്ള ഒരു പ്രവണത എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇത് കേവലം ഒരു ആരോപണമല്ല. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. 2016 തിരഞ്ഞെടുപ്പ് കാലം ഓർമ്മിക്കുക. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ വലിയൊരു ജനവികാരം ഉയർന്നു വന്ന ആ കാലത്ത് LDFന് ഭരണം ലഭിക്കുമെന്ന് ഉറപ്പുള്ള സാഹചര്യത്തിൽ പോലും മനോരമ VMR പ്രീപോൾ സർവേ പ്രവചിച്ചത് LDFന് 68 മുതൽ 76 വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ്. UDFന് 61 മുതൽ 69 സീറ്റുകൾ നൽകി വലിയൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അവർ അന്ന് വരച്ചു കാണിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ പെട്ടി തുറന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? LDF 91 സീറ്റുകൾ നേടി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു. മനോരമ പ്രവചിച്ച ആ കടുത്ത മത്സരം ഗ്രൗണ്ടിലെങ്ങും ഉണ്ടായിരുന്നില്ല. UDF 47 സീറ്റുകളിലേക്ക് കൂപ്പുകുത്തി. ഇനി 2021 വരാം. ഭരണ തുടർച്ച എന്ന ചരിത്രത്തിലേക്ക് കേരളം നീങ്ങുകയാണെന്ന് മറ്റ് പല സർവേകളും കൃത്യമായി പറഞ്ഞപ്പോൾ മനോരമ ന്യൂസ് എക്സിറ്റ് പോളിൽ പറഞ്ഞത് LDFന് സീറ്റുകൾ കുറയുമെന്നാണ്. 68 മുതൽ 78 വരെ സീറ്റുകളാണ് അന്ന് വോട്ടെടുപ്പിന് ശേഷം അവർ LDFനെ പ്രവചിച്ചത്.
UDF 59 മുതൽ 70 സീറ്റുകൾ വരെ നൽകി. അവർ അധികാരത്തിൽ തിരിച്ചെത്തിയേക്കാമെന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ അന്ന് അവർ ശ്രമിച്ചു. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും UDF വലിയ മുന്നേറ്റം നടത്തുമെന്നും പലരും അന്ന് വ്യാഖ്യാനിച്ചു. എന്നാൽ ഫലം വന്നപ്പോൾ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നേടിയത് 99 സീറ്റുകളുടെ ചരിത്ര വിജയമാണ്. UDF വെറും 41 സീറ്റുകളിലേക്ക് ചുരുങ്ങി. ഈ ചരിത്രം മുന്നിലുള്ളത് കൊണ്ടാണ് ഇപ്പോൾ വടക്കൻ മധ്യ കേരളത്തിൽ UDF 57 മുതൽ 65 സീറ്റുകൾ പ്രവചിക്കുമ്പോൾ രാഷ്ട്രീയ കേരളം അതിനെ സംശയത്തോടെ നോക്കുന്നത്. മനോരമ സർവേയിൽ LDF 60 സീറ്റ് പ്രവചിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ അത് 80-നും 90-നും ഇടയിലായിരിക്കുമെന്നാണ് കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇത്രയും ദുർബലമായ ട്രാക്ക് റെക്കോർഡുള്ള ഒരു സർവേയുടെ പാതി വഴിയിലെ ഫലം കണ്ട് വലിയ ആഘോഷം നടത്തുന്ന സൈബർ ഗ്രൂപ്പുകളുടെ മാനസികാവസ്ഥ കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പോരാളി വാസു എന്നൊക്കെയുള്ള പേരിലിറങ്ങുന്ന പോസ്റ്ററുകൾ കേവലം ആവേശമല്ല, അതൊരു കൃത്യമായ അജണ്ടയാണ്. തുടർച്ചയായ തോൽവികളിൽ നിരാശരായ UDF അണികൾക്ക് ഒരു ഊർജം നൽകുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇടതുപക്ഷത്തിന് ജനകീയ സൈബർ പ്രതിരോധങ്ങളെ നേരിടാൻ അവരുടെ തന്നെ പേജുകളുടെ പേര്, അതായത് പോരാളി ഷാജി പോലെയുള്ള പേരുകൾ അനുകരിച്ച് തരംഗം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് തന്നെ ഒരുതരം രാഷ്ട്രീയ പാപ്പരത്വമാണ്. 140 മണ്ഡലങ്ങളിലെ ഫലം വരുന്നതിന് മുൻപ് തന്നെ 101 സീറ്റുകളുടെ കണക്ക് വച്ച് ഞങ്ങൾ ഭൂരിപക്ഷം നേടി എന്ന് പോസ്റ്റർ ഇറക്കുന്നത് വോട്ടർമാർക്കിടയിൽ ഒരു വ്യാജ നിർമ്മിതി ഉണ്ടാക്കിയെടുക്കാനാണ്. ഒരു ഭരണമാറ്റത്തിൻ്റെ കാറ്റ് ഇവിടെ വീശുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ കുറച്ച് നിഷ്പക്ഷ വോട്ടുകളെ സ്വാധീനിക്കാമെന്ന് അവർ കണക്ക് കൂട്ടുന്നു. എന്നാൽ കേരളത്തിലെ വോട്ടർമാർ സർവേ നമ്പറുകൾ കണ്ട് വോട്ട് ചെയ്യുന്നവരല്ല എന്ന് അവർ മറന്നു പോകുന്നു. സർവേകൾ UDFന് ഭരണമാറ്റം പ്രവചിക്കുമ്പോഴും ഗ്രൗണ്ടിലെ യാഥാർത്ഥ്യം അവരെ തുറച്ചു നോക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ സംഘടനാപരമായ ദൗർബല്യങ്ങളും സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളീച്ചകളും ഇതിനകം തന്നെ ചർച്ചയായി കഴിഞ്ഞു. അധികാരത്തിൽ വരുമെന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഗ്രൂപ്പ് പോരുകളും സീറ്റിനു വേണ്ടിയുള്ള വടംവലികളും പല ജില്ലകളിലും പാർട്ടിയുടെ പ്രതിച്ഛായയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. സഖ്യകക്ഷികൾ തമ്മിലുള്ള സീറ്റ് വിഭജന ചർച്ചകളിലെ കല്ലുകടികളും UDFൻ്റെ കെട്ടുറപ്പിനെ ചോദ്യം ചെയ്യുന്നതാണ്. ഒരു വശത്ത് ഇലക്ഷൻ സർവേകൾ അവർക്ക് ഭൂരിപക്ഷം നൽകുമ്പോൾ മറുവശത്ത് സ്വന്തം പാളയത്തിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ പോലും നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. മറുവശത്ത് LDFൻ്റെ സംഘടനാ സംവിധാനം വളരെ ചിട്ടയായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. സർക്കാരിൻ്റെ കഴിഞ്ഞ കാലത്തെ വികസന നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തി താഴെത്തട്ടിലെ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കുന്ന രീതിയാണ് ഇടതുപക്ഷം എക്കാലത്തും സ്വീകരിക്കുന്നത്. മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കുമിളകൾ പലപ്പോഴും ബൂത്ത് തലത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ പൊട്ടിപ്പോകാറാണ് പതിവ്. ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും സർക്കാർ നടത്തിയ ഇടപെടലുകളും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേരളം നേടിയ കുതിപ്പും ജനങ്ങൾ മറക്കില്ല എന്ന് LDF ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മനോരമ ന്യൂസ് പുറത്തുവിട്ട ഈ 140 മണ്ഡലങ്ങളിലെ സർവേ ഫലങ്ങളെ ഒരു അന്തിമ വിധിയായി കാണാൻ സാധിക്കില്ല. തെക്കൻ കേരളത്തിൽ ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്ന ഇടതുപക്ഷ സ്വാധീനവും മുൻകാലങ്ങളിൽ സർവേ പ്രവചനങ്ങളെ കാറ്റിൽ പറത്തിയ ജനവിധിയുടെ ചരിത്രവും UDFൻ്റെ സംഘടനാപരമായ പ്രതിസന്ധികളും എല്ലാം ചേർത്ത് വച്ച് വായിക്കുമ്പോൾ ഈ സർവേ കണക്കുകൾക്ക് വലിയ ആയുസ്സില്ല എന്ന് നമുക്ക് മനസ്സിലാകും. ക്യാമറകൾക്കും സാമ്പിൾ വോട്ടർമാർക്കും അപ്പുറം കേരളത്തിലെ നിശബ്ദരായ ഭൂരിപക്ഷം വോട്ടർമാർക്കും കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുണ്ട്. മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന തരംഗങ്ങളെക്കാൾ അവർ വിശ്വസിക്കുന്നത് തങ്ങളുടെ ചുറ്റും നടക്കുന്ന മാറ്റങ്ങളെയും വികസനങ്ങളെയുമാണ്. അതുകൊണ്ട് തന്നെ സൈബർ ഗ്രൂപ്പുകൾ ഇറക്കുന്ന പോസ്റ്ററുകൾ കണ്ട് ആരും ഇപ്പോൾ തന്നെ മനക്കോട്ടകൾ കെട്ടേണ്ടതില്ല. യഥാർത്ഥ സർവേ നടക്കുന്നത് പോളിംഗ് ബൂത്തുകളിലാണ്. അതിൻ്റെ ഫലം വരുന്നത് വോട്ടെണ്ണൽ ദിനത്തിലും. അന്ന് ഈ പ്രവചനങ്ങളൊക്കെ തിരുത്തി എഴുതപ്പെടുന്ന ചരിത്രം കേരളം വീണ്ടും കാണാൻ സാധ്യതയുണ്ട്.